ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാട്ടോ ഞാനൊരു വീഡിയോ ഇടുന്നത്. വീഡിയോ ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പനിയൊക്കെ ആയിരുന്നു. പനിയായിട്ട് തീരെ വയ്യാണ്ട് കിടപ്പായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത. ഇത് തന്നെ ഈ വീഡിയോ ഞാൻ ന്യൂ ഇയറിന് മുന്നായിട്ട് എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ കേട്ടോ. എന്നിട്ട് എനിക്ക് അത് എന്താ പറയുന്നത്, എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായിരുന്നാലും ഇത് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് ടു നൂണാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഫ്രഷൊക്കെ ആയിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല. ഹസ്ബൻഡും പറയുന്നത്, എനിക്ക് എപ്പോഴും ഈ ഓട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കുന്നതുകൊണ്ട് പുള്ളിയും പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്നും വേണ്ട, ഓട്സൊക്കെ തന്നെ മതിയെന്ന്, അല്ലെങ്കിൽ കോൺഫ്ലേക്സ് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിപാടി നമുക്കധികം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു പയർ മെഴുക്കുവരട്ടിയും മീൻകറിയും വെക്കുവാണേ. ഇതൊരു നല്ല മീൻകറിയാണേ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ എപ്പോഴും മീൻകറി വെക്കാറ്. അതിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതിലേക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചോപ്പറിലിട്ട് അരിഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തിട്ട് അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അതിട്ടൊന്ന് വഴറ്റുവാണ്. അതിലേക്ക് ഞാനൊരു 2 പച്ചമുളകും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു അല്പം തേങ്ങ ചേർക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 240 ml കപ്പിൻ്റെ 1/4 കപ്പ് അതെടുത്ത് അത് നന്നായിട്ടൊന്ന് മഷി പോലെ അരയണം. ഒരിത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ, 2 ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ഇടുന്നത്. മറ്റേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ കളറ് കൂടുതൽ കാണിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ച് കളറ് ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു. അതിൻ്റെ സ്മെല്ലൊന്ന് പോകുമ്പോഴേക്കും ഒരു 2 ചെറിയ തക്കാളി അതാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 മതി കേട്ടോ. അതുകൂടെ ഒന്ന് വഴറ്റാനിട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും ഇതൊക്കെ ഒന്ന് എന്താ പറയുന്നത്, കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുവാണ്. അതിനുശേഷം ആ തേങ്ങ അരച്ച് വെച്ചിരുന്നതുണ്ടല്ലോ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കതൊന്ന് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പയർ മെഴുക്ക് പുരട്ടി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പയർ അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഓവനിൽ ആണ് അത് വേവിച്ചെടുത്തത്. കാരണം എല്ലാവരും ഓവൻ വെറുതെ ചൂടാക്കാൻ മാത്രമായിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പയറൊക്കെ നമ്മൾ എത്ര സമയം അല്ലാതെ വേവിച്ചിരുന്നിരുന്നാലും അത് വേഗത്തില്ല. പിന്നെ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ അതങ്ങ് ഒത്തിരി വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യുവാണ്. അതുകൊണ്ടാണ് 2 ഇതും കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒന്ന് നന്നായിട്ട്, ആ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് തിളയ്ക്കുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇത് കിളിമീനാണ്. അത് മുഴുവനോടെ തന്നെ ഞാൻ വെച്ചാൽ ഒത്തിരി വലിപ്പമല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ളത് അത് അങ്ങനെ തന്നെ ഇട്ട് തിളപ്പിക്കുകയാണ്. ഇത് എന്നിട്ട് ഓവനിൽ ഈ പയർ ഒരു 14 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നല്ലോണം വെന്ത് വരും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1/2 സവാള, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി എടുത്താൽ മതി, ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ സവാളയുടെ 1/2 സവാള അതും എടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളിയും
ഒന്ന് നന്നായിട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, അതും കാശ്മീരി ചില്ലി തന്നെയാണ്, ക്രഷ് ചെയ്തത് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ പയർ അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും പയർ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ പയർ എപ്പോഴും ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന പോലെ അല്ലെങ്കിൽ വേകാത്ത പോലെയൊക്കെയാണ് കിട്ടുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടമില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല ആവശ്യത്തിന് ഡ്രൈ ആയിട്ടും ഇരിക്കും, കഴിക്കാനും നല്ല സോഫ്റ്റും ആവും, ഇത് നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ കുക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പാത്രങ്ങളുണ്ട്. അപ്പോൾ ഡിഷ് വാഷറിൽ വെക്കുകയാണ്. അപ്പം അതിന് പ്രത്യേകമാണ് ഡിഷ് വാഷിംഗ് പൗഡറും റിൻസിനുള്ള ലിക്വിഡും ഒക്കെ. അതൊക്കെ ഞാൻ ഒഴിച്ചിട്ട് അതിലും വെച്ചു. ബാക്കി കൈകൊണ്ട് കഴുകേണ്ട പാത്രങ്ങളൊക്കെ കൈകൊണ്ട് കഴുകി. അപ്പോഴേക്കും മീൻ തിളച്ച് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് മൂടി വെച്ചു. അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നെ എപ്പോഴും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ക്ലീനിങ്ങും എല്ലാം കഴിവതും ഞാൻ രാവിലെ തന്നെ ചെയ്ത് തീർക്കും. കാരണം ഈ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ നിന്നിട്ട് ഫുൾ ടൈം കിച്ചണിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എത്രയും വേഗം എൻ്റെ പണികൾ തീർക്കാമോ അത്രയും വേഗം പണികൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, ടി വി കാണണമെങ്കിൽ ടി വി കാണാം, വായിക്കണമെങ്കിൽ വായിക്കാം, കിടക്കാം. അങ്ങനെ എൻ്റെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അത് പിള്ളേരൊക്കെ വളരെ ചെറുതായിരുന്നപ്പോൾ മുതലേ അങ്ങനെ ശീലിച്ച് ഇപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ രാവിലെ ചെയ്യുന്ന ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പണികൾ നടക്കില്ല, മടി പിടിച്ചു പോവുകയാണ്. ഇതാവുമ്പോഴത്തേൽ കറക്റ്റായിട്ട് ആ ഒരു റുട്ടീൻ പോലെ അങ്ങ് നടക്കും. ഞാനപ്പോൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ വീഡിയോ ഞാൻ ന്യൂ ഇയറിന് മുന്നേ എടുത്തു വെച്ച വീഡിയോയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഞാനത് എഡിറ്റ് ചെയ്ത് വരെ വെച്ച വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. എന്തൊക്കെയോ ഇങ്ങനെ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒന്നീ അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വന്നിട്ട് എനിക്കിത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇടണ്ടെന്ന് വരെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ പറ്റില്ലല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, എഡിറ്റ് വരെ ചെയ്തതല്ലേ, അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാനിന്ന് ഈ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാണ്. വയ്യാതിരിക്കുവാണ് എന്നാലും ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെയും ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരോടുമായിട്ട് വീണ്ടും പറയാനുള്ളത്, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും വളരെ കുറവാണ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.